കർഷക തൊഴിലാളി യൂണിയൻ മാർച്ചും ധർണയും നടത്തി. നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കുക, അർഹതയുള്ള മുഴുവൻ പേർക്കും പട്ടയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കരുനാഗപ്പള്ളി താലൂക്ക് ഓഫീസിലേക്ക് KSKTU മാർച്ചും ധർണയും നടത്തിയത്. നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പാക്കുക, അനാവശ്യ തരംമാറ്റം അനുവദിക്കരുത്, തരംമാറ്റത്തിനായി തരിച്ചിടരുത്, അർഹതയുള്ള മുഴുവൻ പേർക്കും പട്ടയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSKTU താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. കരുനാഗപ്പള്ളി ടൗൺ ക്ലബിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി താലൂക്ക് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KG കനകം യോഗം ഉദ്ഘാടനം ചെയ്തു. പറയുന്നത് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാരെ. വീടെല്ലാവർക്കും കൊടുക്കാത്ത വീടുകളില്ലല്ലോ. അന്ന് 10 സെന്റ് കുടിയടപ്പ് നിയമപ്രകാരം നമ്മൾ നേടിക്കൊടുത്ത വസ്തുക്കൾ വളഞ്ഞു കെട്ടി അതിനകത്ത് വീട് വയ്ക്കുന്നതിന് ആവശ്യമായ സഹായം ചെയ്തു കൊടുത്ത ഗവൺമെന്റാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. നമുക്കറിയാമല്ലോ, മാറുമറയ്ക്കാനും മറ്റും ഒന്നിനും സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മങ്ങേലി അമ്മ തന്നെ മാറ് അറുത്ത് വെച്ച് പ്രതിഷേധിച്ച് ആ അവകാശം സംരക്ഷിക്കപ്പെട്ടത്. NR ബിജു അധ്യക്ഷത വഹിച്ചു. ക്ലാപ്പന സുരേഷ്, PK ബാലചന്ദ്രൻ, R സോമരാജൻ പിള്ള, അനിൽ, ജയസരസൻ, സുഭാഷ്, ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. കർഷക തൊഴിലാളി യൂണിയൻ, കരുനാഗപ്പള്ളി, ചവറ, ശൂർനാട് ഏരിയ കമ്മിറ്റികൾ സംയുക്തമായാണ് മാർച്ചും ധർണയും നടത്തിയത്. ഈ സംസ്ഥാനത്ത് ഒരു തണ്ണീർത്തട സംരക്ഷണ നിയമമുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ഏതൊക്കെ നിലയ്ക്ക് ഇടപെടാൻ കൃഷിക്കാരന് കഴിയും, ആ കൃഷിക്കാരനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഏതൊക്കെ നിലയ്ക്കാണ് ഗവൺമെന്റ് പങ്കുവഹിക്കേണ്ടത്, അതോടൊപ്പം തന്നെ അനധികൃതമായി തരിശിടുന്ന പ്രവണത അവസാനിപ്പിക്കണം എന്നുള്ള കേരളത്തിലെ ഗവൺമെന്റിന്റെയും പൊതുസമൂഹത്തിന്റെയും ആവശ്യം. ആ ആവശ്യത്തിന് മേൽ കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനം വലിയ നിലയ്ക്കുള്ള ഇടപെടലുകൾ കുറെ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.